എന്തിനും ഏതിനും വർഗീയത പറയുന്ന സംഘികളെ കണ്ടുപഠിക്കൂ കാന്തപുരത്തിനെ. കാന്തപുരം AP അബൂബക്കർ മുസലിയാറെ കണ്ടുപഠിക്കൂ. എന്തിനും ഏതിനും വർഗീയത ഇനി പറയരുത്. വർഗീയതയ്ക്ക് വേരോട്ടമുള്ള നാടല്ല കേരളം. സമസ്തയുടെ ഉന്നത നേതാവായ, സമസ്തയുടെ എല്ലാമെല്ലാമായ കാന്തപുരം AP അബൂബക്കർ മുസലിയാറുടെ ഇടപെടലാണ് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കിയിരിക്കുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. യമനിലെ മുസ്ലിം പണ്ഡിതരുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു. ഇനി കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുടെ കുടുംബം മാപ്പ് കൊടുത്താൽ നിമിഷപ്രിയയ്ക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാം. എന്തായാലും ഇസ്ലാം നിയമപ്രകാരം മാപ്പ് നൽകണമെന്ന് കാന്തപുരം അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാന്തപുരത്തിന് കേരളത്തിൻ്റെ കയ്യടി ലഭിക്കുകയാണ്. നിമിഷപ്രിയയ്ക്ക് വേണ്ടി ബ്ലഡ് മണി ശേഖരിക്കാൻ ഒരുപാട് പേർ മുന്നോട്ട് വന്നു. ഇന്ത്യൻ ഭരണകൂടം തന്നെ നിമിഷപ്രിയയുടെ മോചനത്തിന് ഇടപെട്ടു. അവരെല്ലാം തോറ്റെടുത്താണ് കാന്തപുരം ജയിച്ചിരിക്കുന്നത്. ഇസ്ലാം നിയമപ്രകാരം മാപ്പ് കൊടുക്കുക എന്നുള്ളത് അതിൻ്റെ രീതിയാണ്. ആ നിയമപ്രകാരം മാപ്പ് കൊടുക്കാൻ കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുടെ കുടുംബം തയ്യാറായാൽ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നിമിഷപ്രിയയ്ക്ക് വേണ്ടി രാജ്യം മുഴുവൻ പ്രാർത്ഥിക്കുകയായിരുന്നു. കേരളം മുഴുവൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. പാവപ്പെട്ട പെൺകുട്ടി ജീവിക്കാൻ വേണ്ടി യമനിലെത്തി. അവിടെ അവൾ ചതിക്കപ്പെട്ടു. രക്ഷപ്പെടാനുള്ള ത്വരയിൽ, രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ അവൾ കൊലപാതകിയായി. അവൾക്ക് വധശിക്ഷ ലഭിച്ച അവൾ ഓരോ ദിവസവും പ്രഭാതത്തെ കൺതുറന്ന് കാണുന്ന കാഴ്ച നമ്മൾക്ക് ഓരോ ദിവസത്തെ പ്രഭാതത്തിലും മരണം പ്രതീക്ഷിച്ച് കഴിഞ്ഞു. അവളുടെ അമ്മയും അവളുടെ ഭർത്താവും ഒക്കെ കേരളത്തിൻ്റെ നൊമ്പരമായി മാറി. ഇന്ത്യൻ ഭരണകൂടം, കേന്ദ്ര സർക്കാർ തോറ്റെടുത്ത് കാന്തപുരം AP അബൂബക്കർ മുസലിയാർ ജയിച്ചിരിക്കുന്നു. ഉസ്താദിന് കേരളത്തിൻ്റെ മാത്രമല്ല പൊളിറ്റിക്സ് കേരളയുടെയും കയ്യടി. എന്തായാലും നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരും തോറ്റെടുത്താണ് കാന്തപുരം ജയിച്ചു കയറിയിരിക്കുന്നത്. നിമിഷപ്രിയ ജീവിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ ജീവിതം നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ ജീവിക്കാൻ മറന്നുപോയ യുവതിയാണ്. യമനിൽ അവളെത്തുന്നത് നഴ്സായിട്ടാണ്. സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങി. യമനിലെ നിയമം അനുസരിച്ച് ക്ലിനിക്ക് തുടങ്ങണമെങ്കിൽ യമൻ പൗരൻ അനുവദിക്കണം. യമൻ ഭാഷ അവൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ തലാൽ അബ്ദു മഹദിയെ കൂടെ കൂട്ടി. അയാളാകട്ടെ അവളെ ചതിക്കുകയും ചെയ്തു. ഒടുവിൽ അയാളിൽ നിന്നുള്ള ക്രൂരമായ പീഡനങ്ങൾ, അയാളുടെ ലൈംഗിക വൈകൃതങ്ങൾ ഒക്കെ അവൾക്ക് അനുഭവിക്കേണ്ടി വന്നു. ക്ലിനിക്ക് അയാളുടെ പേരിലാവുകയും ചെയ്തു. ഒടുവിൽ കൂട്ടുകാരിയുമായി ചേർന്ന് അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ ശ്രമിച്ചു. ആ ശ്രമം അപകടത്തിലേക്ക് പോവുകയും ചെയ്തു. ആ ശ്രമത്തിനിടയിലാണ് അയാൾ കൊല്ലപ്പെട്ടത്. എന്തായാലും കാന്തപുരം ഇപ്പോൾ ആ പ്രശ്നത്തിൽ ശക്തമായി ഇടപെടുകയും യമനിലെ മുസ്ലിം പണ്ഡിതരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ നിമിഷപ്രിയയ്ക്ക് മോചനം സാധ്യമായി. എന്തായാലും നിമിഷപ്രിയയ്ക്ക് മോചനം സാധ്യമായില്ലെങ്കിലും നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു. എല്ലാ മതങ്ങളും മനുഷ്യരെ കൊല്ലുന്നതിന് എതിരാണ്. ഇസ്ലാം മതം മനുഷ്യരെ കൊല്ലുന്ന മതമാണെന്ന് പറഞ്ഞു നടക്കുന്ന സംഘികൾ കാന്തപുരത്തെ കണ്ട് പഠിക്കണം. ഇസ്ലാം നിയമപ്രകാരം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാൻ ആ കുടുംബം തയ്യാറായാൽ, തലാലിൻ്റെ കുടുംബം തയ്യാറായാൽ നിമിഷപ്രിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. കാന്തപുരം കയ്യടി നേടുകയാണ്. രാജ്യം മുഴുവൻ കാന്തപുരത്തിന് കയ്യടി കൊടുക്കുകയാണ്. സംഘികളെ കണ്ടുപഠിക്ക് കാന്തപുരത്തിനെ. നിങ്ങൾ എന്താ പറഞ്ഞത്? നിമിഷപ്രിയയുടെ കാര്യം പറഞ്ഞ് അതിൻ്റെ പേരിൽ പോലും നിങ്ങൾ മതവും വർഗീയതയും കലർത്തി. നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ മുസ്ലിം സംഘടനകൾ ഇടപെടുന്നില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു പരത്തി. ഇപ്പോൾ എന്തായി?
ഇടപെട്ടിരിക്കുന്നത് കാന്തപുരം ഉസ്താദാണ്. നിങ്ങൾ തോറ്റെടുത്ത് കാന്തപുരം ജയിച്ചിരിക്കുന്നു.